സ്റ്റേഡിയം നവീകരണ വിവാദത്തിന് പിന്നാലെ GCDA അടിയന്തര യോഗം വിളിച്ചു. സൂരജ് സജി തൃശൂരിൽ നിന്ന്, ഒപ്പം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിവരങ്ങളുമായി ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അബ്ദുറഹ്മാന്റെ അസഹിഷ്ണുത എത്രത്തോളമാണ് എന്നത്. ഇന്നിപ്പോൾ അത് ഒരു ചെറിയ കയ്യേറ്റത്തിൽ കലാശിക്കുന്ന രീതിയിലേക്ക് വരെ ആവുകയാണ്. AC മൊയ്തീനാണ്, അതുപോലെ മറ്റവിടെ ഉണ്ടായിരുന്നില്ല സംഘാംഗങ്ങളൊക്കെ വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഉത്തരം മുട്ടുന്നു എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണല്ലോ ഇതെല്ലാം, സൂരജ്. അനുജ, മെസ്സി കേരളത്തിലേക്ക് എന്ന വാർത്ത വന്നപ്പോൾ തന്നെ കായിക പ്രേമികൾ എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. അപ്പോഴും പല കോണുകളിൽ നിന്നും ഈ ആശങ്കകൾ ഉണ്ടായിരുന്നു, എങ്ങനെ മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്ന അടക്കമുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ മന്ത്രി പറഞ്ഞിരുന്നത് എന്തായാലും കേരളത്തിലേക്ക് മെസ്സിയെയും സംഘത്തെയും എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനിടയിൽ പലപ്പോഴും അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരില്ല എന്ന റിപ്പോർട്ടുകൾ വന്നു. ആ സമയത്തെല്ലാം തന്നെ മന്ത്രി അതിനെ നിഷേധിച്ചു. ഒടുവിൽ മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പല കുറി കായിക മന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി വലിയ കൊട്ടിഘോഷിച്ചതാണ്. പക്ഷെ അതിനിപ്പുറം മെസ്സി വരില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് ലഭിക്കുന്നു. ഇതോടുകൂടിയാണ് കായിക മന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ആരായുന്നത്. പക്ഷേ തുടർച്ചയായി ഈ ആരോപണങ്ങളിൽ കായിക മന്ത്രി പ്രകോപിതരാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് എരുമപ്പെട്ടിയിൽ കണ്ടത് അദ്ദേഹം കയ്യേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ്. എരുമപ്പെട്ടിയിൽ സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ സമയത്താണ് അദ്ദേഹത്തോട് ഈ പ്രതികരണം തേടുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം ഇതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. തൊട്ട് പിന്നാലെ നമ്മൾ അവിടെ നിന്ന് മാറി അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അരികിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് മാറ്റിക്കൊണ്ടുപോയി ഒരു പ്രകോപനപരമായ, അദ്ദേഹം തോളിൽ കൈയിട്ട് മാറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ മാറ്റിക്കൊണ്ടുപോയി അവിടെ ഒരു പ്രകോപനം സൃഷ്ടിക്കുകയാണ്. സ്വാഭാവികമായും CPM-ന്റെ പ്രവർത്തകരുണ്ട്, കുന്നംകുളം MLA ആയിട്ടുള്ള AC മൊയ്തീനുണ്ട്. അവർക്കിടയിലേക്ക് മന്ത്രി തന്നെ ഈ മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ബോധപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതവിടെ ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു. പോലീസും അതോടൊപ്പം തന്നെ MLA-യും അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകരും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. വലിയ രീതിയിൽ ആക്രോശിക്കുന്നു, മൈക്കുകളും ക്യാമറകളും തട്ടിത്തെറിപ്പിക്കുന്നു. അങ്ങനെ ഈ ഉത്തരം പറയാൻ ഇല്ലാതാകുന്ന സമയത്ത് ബോധപൂർവം മന്ത്രി തന്നെ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നു. സംഘർഷത്തിന് തിരികൊളുത്തുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. ഇന്ന് ഹൈബീഡനടക്കം ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ മേലായിരുന്നു നമ്മൾ ഇന്ന് മന്ത്രിയുടെ പ്രതികരണം തേടിയത്. അനുജ, അതാണ് ആ പ്രതികരണം തേടുമ്പോഴുണ്ടാകുന്ന റിയാക്ഷൻ, അതാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.